അത്ഭുതം തോന്നും. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ രോഗം കൊടുത്തു മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാൽക്കാലികളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. തൻ്റെ മക്കൾ ഓരോരുത്തരും തൻ്റെ മുന്നിൽ കടന്ന് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഒരുപാട് ഏക്കറക്കണക്കിനെന്ന് പറയാവുന്ന രൂപത്തിലുണ്ടായിരുന്ന തൻ്റെ കൃഷിയിടങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. നാൽക്കാലികൾ ചത്തൊടുങ്ങി. പല നിലക്കും പരീക്ഷിച്ചിട്ടാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അള്ളാഹു അദ്ദേഹത്തിന് പരീക്ഷണം കൊടുത്തത്. ശരീരം മുഴുവൻ വ്രണം ബാധിച്ച അവസ്ഥയിൽ, നാലാളു കണ്ടാൽ നോക്കാത്ത അവസ്ഥയിൽ, സ്വന്തം പ്രിയതമയല്ലാത്ത മറ്റെല്ലാവരും വിട്ടൊഴിവാക്കി പോകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൻ്റെ പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അൻത അർഹമുർ റാഹിമീൻ, പടച്ചവനെ നീയാണ് ഏറ്റവും നന്നായി കാരുണ്യം കാണിക്കുന്നവൻ, അതുകൊണ്ട് എൻ്റെ ഈ പ്രയാസങ്ങൾ നീ നീക്കിത്തരണേ എന്ന്. ഇനി 84-ാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹ് പറയാ, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. ഈ തേട്ടത്തിന് അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. മാത്രവുമല്ല ഫകശഫ്നാ മാ ബിഹി മിൻ ദുർർ, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നാം നീക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു നോക്കി, വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കൊടുക്കുകയും അത്ര തന്നെ ഇരട്ടി കൊടുക്കുകയും ചെയ്തു. റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, നമ്മുടെ അടുത്ത് നിന്നുള്ള കാരുണ്യമായിട്ടും ആ നിലക്കു തന്നെ അള്ളാഹ് ഇബാദത്തെടുത്ത് അവൻ്റെ അടിമകളായി നല്ലവരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉത്ബോധനമായിട്ടാണ് അള്ളാഹ് ഈ കാര്യം അവിടെ അറിയിച്ചത്. അള്ളാഹ് പറയാൻ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൊടുത്തു. സഹോദരങ്ങളെ, നമ്മളുടെ കണക്കുകൾ കൊണ്ട്, നമ്മളുടെ മാനദണ്ഡങ്ങൾ വെച്ച് കണക്ക് കൂട്ടിയാൽ അള്ളാഹു എങ്ങനെ ഇടപെടുമെന്ന് നമുക്ക് പറയാനാകൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് പ്രശ്നമാണോ നമുക്കുള്ളത് ആ പ്രശ്നത്തിന് മുഴുവൻ പരിപൂർണാർത്ഥത്തിലുള്ള പരിഹാരം നൽകാൻ കഴിവുള്ള ശക്തിയുള്ള റബ്ബ് നമുക്കുണ്ട് എന്നത് എത്ര വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പ്രകൃതിയുടെ സാധാരണഗതിയിലുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ട ഇബ്രാഹിം നബിയെ, മൂസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയത്. പ്രകൃതിയുടെ നിയമപ്രകാരം തീയിൻ്റെ സ്വഭാവം എന്താ? തീയിൽപ്പെട്ടിട്ട് തണുപ്പ് അനുഭവിച്ച ഏതു മനുഷ്യനാ ലോകത്തുള്ളത്? തീയിൻ്റെ അകത്ത് നിന്ന് ശരീരത്തിന് സുഖം കിട്ടിയ ആരാ ലോകത്തുണ്ടാകുക? പ്രകൃതിപരമായി അള്ളാഹു തീയിന് കൊടുത്ത സ്വഭാവം, അത് എന്തതിൽ പെട്ടുപോയോ അതിനെ കത്തിച്ചു കളയുക, ചൂട് കൊടുക്കുക, കരിച്ചു കളയുക എന്നതാണ് തീയിൻ്റെ പ്രകൃതം അള്ളാഹു നിശ്ചയിച്ചത്. പക്ഷേ ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞതെന്താ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നാം പറഞ്ഞു തീയിനോട്, തീയെ നീ ഇബ്രാഹിമിന് ശമനമാവുക, തണുപ്പാവുക, സമാധാനമാവുക. കാരണം തീയന് കത്തുക എന്ന സ്വഭാവം കൊടുത്തത് അള്ളയാണെങ്കിൽ, കരിച്ചു കളയുക എന്ന സ്വഭാവം കൊടുത്തത് അള്ളയാണെങ്കിൽ, തീയന് ചൂട് നൽകുക എന്ന സ്വഭാവം കൊടുത്തത് റബ്ബ് കൊടുത്തതാണെങ്കിൽ, അതേ തീയിനോട് അള്ള പറഞ്ഞു, തീയെ നീ ഇബ്രാഹിമിന് സമാധാനമാകണം, നീ ഇബ്രാഹിമിന് ശമനമാകണം, തണുപ്പാകണം. തീയിൻ്റെ പ്രകൃതത്തെ മാറ്റിയിട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത്. വെള്ളത്തിൻ്റെ സ്വഭാവം എന്താ? ഐസാകുന്ന സമയത്തല്ലാതെ വെള്ളം ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറി നിൽക്കില്ല. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്താൽ ബക്കറ്റിൻ്റെ രൂപം അതിനുണ്ടാവുക. അതൊരു കപ്പിലേക്ക് എടുത്താൽ കപ്പിൻ്റെ രൂപത്തിലേക്ക് അത് മാറും. അതൊരു മണ്ണിലേക്കൊഴിച്ചാൽ, നിലത്തേക്കൊഴിച്ചാൽ ആ ഭൂപ്രകൃതിയുടെ അവസ്ഥക്കനുസരിച്ച് അതിൻ്റെ രൂപം മാറും. അതൊരു പ്രത്യേക രൂപത്തിൽ നിൽക്കുന്നത്
അതിനെ ഐസാക്കി എടുക്കുമ്പോഴാണ്. എന്നാൽ വെള്ളത്തിന് അള്ളാഹു രൂപം കൊടുത്തില്ലേ മൂസാ നബിയെ രക്ഷപ്പെടുത്താൻ? അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബിയോട് കടലിൽ അടിക്കാൻ പറയുകയും വെള്ളം മാറി നിൽക്കുകയും ചെയ്തു. ഏതുപോലെ? കത്തൗദിൽ അളീം, രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെപ്പോലെ വെള്ളം പർവ്വതത്തെപ്പോലെ അങ്ങ് മാറി നിന്നിട്ട് ഉണങ്ങിത്തെളിഞ്ഞ വഴി മൂസാ നബിക്ക് രക്ഷപ്പെടുത്താൻ അള്ളാഹു കൊടുത്തു എന്നല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രകൃതിയുടെ സ്വഭാവത്തെ പോലും മാറ്റി. കാരണം ഈ വസ്തുക്കൾക്കൊക്കെ അതിന് പ്രകൃതം കൊടുത്തത് അള്ളയാണ്, വെള്ളത്തിന് ഈ രൂപം കൊടുത്തത് അള്ളയാണ്. അതുകൊണ്ട് അതിനെ മാറ്റാൻ പടച്ചവന് കഴിയും. നമ്മളുടെ ശരീരത്തിന് രൂപം തന്നവൻ അള്ളയാണ്. ആ ശരീരത്തിൽ വന്ന ഏത് അസുഖത്തെയും മാറ്റാൻ റബ്ബിനെ കൊണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഒരു പ്രയാസം വന്ന ഒരാളെടുത്ത് പോയിട്ട് 1000 ഉറുപ്പിക ചോദിച്ചു, അയാൾ തന്നു. കുറച്ച് കഴിഞ്ഞ് മറ്റൊരു സന്ദർഭത്തിൽ അയാളോട് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു മാനസികാവസ്ഥ ആവില്ലല്ലോ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവുക. ഒരാളോട് തന്നെ ആവർത്തിച്ചു നമ്മളൊരു കാര്യം ചോദിച്ചാൽ, പല ആവശ്യങ്ങൾ ചോദിച്ചാൽ, അയാൾക്ക് നമ്മളോട് പൊതുവേ ഒരു അകലം കൂടുക ചെയ്യുക. ഓനോട് കമ്പനി കൂടിയാൽ ശരിയാവില്ല, ഒരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എന്ന ആളുകൾ പൊതുവെ പറയാം. എന്തിനധികം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഭാര്യയോട് പോലും അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് അത് കൊണ്ടുവന്നോൾ തിരിച്ചു പോകുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി കൊണ്ടുവരാൻ പറഞ്ഞാൽ, തമാശക്കാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവൾ ചോദിക്കൂലേ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കൂലേ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചോദിക്കാത്തവരോടാ പടച്ചോന് ദേഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു മല്ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി. ആരാണോ പടച്ചോനോട് ചോദിക്കാത്തത്, ചോദിക്കാത്തവരോടാണ് പടച്ച റബ്ബിന് ദേഷ്യം. സഹോദരങ്ങളെ, നമുക്കെന്തു പ്രശ്നമുള്ളത്? പടച്ചോനിലേക്ക് കൈ ഉയർത്തി നമ്മൾ തേടൂ. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഉദ്ഊനി അസ്തജിബ് ലക്കും. മനുഷ്യരെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹ് പറഞ്ഞതല്ലേ, ചോദിക്കാനാ പടച്ചോൻ പറഞ്ഞത്. ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ചോദിക്കാനൊരു മടി അള്ളാഹിൻ്റെ കാര്യത്തിലില്ല. രാവിലെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹ്ക്കിലേക്ക് കൈ ഉയർത്തി ഇന്നതൊക്കെ ഞാൻ ചോദിച്ചതാ, ഇനിയിപ്പോൾ ളുഹ്ർ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ അള്ളാഹിനോട് ഇനിയിപ്പോൾ എങ്ങനെ ചോദിക്കുക? അള്ളാഹിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മക്കൾ നന്നാകാത്തിൻ്റെ പ്രയാസം നമുക്കുണ്ട്. ഉസ്താദിനോട് പറഞ്ഞു, സ്കൂളിൽ പോയി അധ്യാപകനോട് പറഞ്ഞു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹിനോട് എത്ര വട്ടം പറഞ്ഞു? അള്ളാഹിനോട് എത്ര തവണ പറഞ്ഞു? നമ്മുടെ ദാമ്പത്യത്തിൽ എന്തൊരു പ്രയാസം അനുഭവിക്കുന്നു, എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അള്ളാഹിനോട് എത്ര വട്ടം പറഞ്ഞു? പടച്ചോനോട് ചോദിക്കണം. മാത്രമല്ല, കൈനീട്ടി അള്ളാഹിനോട് തേടിയാൽ, കൈനീട്ടി തേടുക എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താതെ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അവിടെ കൈ ഉയർത്താതെ തന്നെ നമ്മൾ തേടലാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം. അതല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അതൊരു മാന്യമായ അവസ്ഥയിൽ കൈ ഉയർത്തണം. ചില ആൾക്കാർ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. ഇതിന് കൈ ഉയർത്തി എന്ന് പറയുമോ? ഇല്ല. കൈ ഉയർത്തി റബ്ബിലേക്ക് തേടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. പടച്ച റബ്ബ് നല്ല ലജ്ജയുള്ളവനും, നിങ്ങളുടെ റബ്ബ് ഏറെ മാന്യനും ഔദാര്യവാനുമാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. തൻ്റെ ഒരടിമ കൈ ഉയർത്തി തന്നോടൊരു കാര്യം ചോദിച്ചിട്ട് ആ കൈകളിൽ ഒന്നും കൊടുക്കാതെ ശൂന്യമായി ഒഴിവാക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അള്ളാഹ് ലജ്ജിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളി, പടച്ചോ നിങ്ങൾക്ക് തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറും ദുനിയാവ് ചോദിക്കലല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ചില ആളുകൾ അള്ളാഹിനോട് തേടും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, പടച്ചോനെ ദുനിയാവ് തരണേ എന്നാ തേടുക.
അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസിയുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പടച്ചോനെ ഇഹവും പരവും തരണം, നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ. ഇതാണ് വിശ്വാസിയുടെ തേട്ടം. അങ്ങനെ പരലോകത്തെ കൂടുതലായും ദുനിയാവുമായി ബന്ധപ്പെട്ടതും ഏതു കാര്യവും ചോദിക്കുമ്പോൾ പരലോകത്തിന് മുൻഗണന കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം എന്നതു മാത്രം. അങ്ങനെ തേടൂ, കൈ ഉയർത്തി റബ്ബിനോട് ചോദിക്കൂ. ചോദിക്കുന്നവരോടാണ് പടച്ചോന് ഇഷ്ടം. ചോദിക്കുന്നവൻ്റെ കൈകളെ ഒന്നും കൊടുക്കാതെ വിട്ടേക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അതുകൂടി ആ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം വാഗ്ദാനം ചെയ്തു, ചോദിച്ചത് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് തേടിക്കോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറഞ്ഞു. ചോദിക്കുന്നവരോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് അള്ളാഹിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. കൈ ഉയർത്തി ഒരു കാര്യം ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പടച്ചോന് ലജ്ജയുള്ള കാര്യമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ എന്തൊക്കെ തേടുന്നുണ്ട് അള്ളാഹിനോട്? എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്? അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്. ചിലപ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. പക്ഷേ ഞാൻ തേടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഫലപ്രദമാകാതെ പോകുന്നതിന്, പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി എനിക്ക് നഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ എന്നിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എപ്പോൾ ഒരു പ്രാർത്ഥന ഫലപ്രദമാകും, അതാണല്ലോ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ തേട്ടങ്ങൾ ഫലപ്രദമല്ലാതെ അതിന് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന എന്തെങ്കിലും കാരണം എന്നിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപാട് കാരണങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചുരുങ്ങിയ സമയത്ത് 5 കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന 5 തടസ്സങ്ങൾ അത് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഷിർക്കന്നൻ. ഷിർക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് മാത്രമല്ല ഒരു കാര്യവും ഒരു ഇബാദത്തും പടച്ച റബ്ബ് പരിഗണിക്കൂല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 18 നബിമാരുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, വലു അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട നബിമാരെന്നെയാണ് ഷിർക്ക് ചെയ്തതെങ്കിലും അവരുടെ ഒരു കർമ്മവും പടച്ചോൻ പരിഗണിക്കൂല. വിശുദ്ധ ഖുർആന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനദ്ദാലിമീൻ. ഫലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. പടച്ചോന് പുറമെ നിനക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകളോട് നീ പ്രാർത്ഥിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ നീ ഏറ്റവും വലിയ അക്രമിയായിരിക്കും. അതുകൊണ്ട് തേട്ടങ്ങൾ പടച്ചോനോട് മാത്രമാവണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം പോലും ഒരു വിശ്വാസിക്ക് ഇസ്ലാം പഠിപ്പിച്ച രൂപമല്ല. എന്നാളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുപോലും വിശ്വാസിയുടെ തേട്ടത്തിൻ്റെ രൂപമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുവിനോട് തേടാൻ. അപ്പോഴ തേട്ടങ്ങളെ പടച്ചോൻ പരിഗണിക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു വിശുദ്ധനാണ്, അതുകൊണ്ട് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, വിശിഷ്ടമായതല്ലാത്ത ഒന്നും പടച്ചോൻ സ്വീകരിക്കൂല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അള്ളാഹിൻ്റെ റസൂലുമാരോട് അല്ല പറഞ്ഞൊരു കാര്യം അതേപോലെ അള്ളാഹിൻ്റെ ബാക്കി അടിമകളോടും അല്ല പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂലുകളോട് അല്ല പറഞ്ഞത്? യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. റസൂലുകളോട് അല്ല പറഞ്ഞത് കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ലത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ എന്നാണ്. അതേ കാര്യം വിശ്വാസികളെ മൊത്തം വിളിച്ചുമല്ല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്ത്, വിശ്വാസികളെ നല്ലത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞ, സുമ്മ ദക്കറ റജുൽ, ഇത് പറഞ്ഞിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറയാ, യുതീലു സഫർ, ദീർഘയാത്ര ചെയ്ത മനുഷ്യൻ, അശ്അസ അഗ്ബറ, ആ യാത്രയുടെ എല്ലാ ക്ഷീണവും പൊടിപടലങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയാളിലുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കാണ്, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് അയാൾ തേടുന്നു. വമത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാം, അവൻ തിന്നതും അവൻ കുടിച്ചതും അവൻ ധരിച്ചതും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ്റെ ജീവിതം തന്നെ ഹറാമിനാൽ ഊട്ടപ്പെട്ടൊരു ജീവിതമാണ്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് ആ തേട്ടത്തിന് ഉത്തരം കൊടുക്കുക? സഹോദരങ്ങളെ, ഈ മനുഷ്യൻ്റെ ഈ ഒരു തേട്ടമുണ്ടല്ലോ, ഇതിനെ പരിശോധിച്ചാൽ ശരിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചില നിബന്ധനകൾ അയാളുടെ അടുത്തുണ്ട്. ഒന്ന്, കൈ ഉയർത്തിയാണ് തേടുന്നത്. കൈ ഉയർത്തി തേടിയാൽ കൊടുക്കുന്നതാണ് നേരത്തെ ഹദീസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കൈ ഉയർത്തിയാണ് അദ്ദേഹം തേടുന്നത്. അപ്പോൾ അത് ആ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ഒരു മര്യാദ അയാൾ ചെയ്തിട്ടുണ്ട്. കൈ ഉയർത്തി തേടിയാൽ വെറുതെ വിടൂല, കൊടുക്കുന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. കൈ ഉയർത്തിയാണ് ആ മനുഷ്യൻ തേടുന്നത്. രണ്ടാമത്തത്, അയാൾ യാത്രക്കാരനാണ്. 3 ആളുകളുടെ തേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്താ? ഒന്ന്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അത് പടച്ചോൻ തള്ളിക്കളയില്ല. നമ്മൾ നോമ്പുകാരാ, അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി തേടുന്ന തേട്ടം പടച്ചോൻ തള്ളൂല പ്രാർത്ഥന. യാത്രക്കാരൻ്റെ തേട്ടം, യാത്രയിലുള്ള പ്രാർത്ഥന പടച്ചോൻ പരിഗണിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, ഇതും പടച്ചോൻ പരിഗണിക്കണ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇയാൾ യാത്രക്കാരനെന്ന് പറഞ്ഞാൽ ദീർഘയാത്രയാണ്. നമ്മുടെ ആ യാത്രയുടെ എല്ലാ പ്രയാസവും അയാളുടെ ശരീരത്തിൽ നോക്കിയാൽ കാണും. മൂന്നാമത്തത്, എന്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കണത്? യാ റബ്ബി യാ റബ്ബി എന്ന റബ്ബ് എന്ന നാമം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ വിളിച്ചുകൊണ്ട് തേടുക. പടച്ചോനെ അള്ളാഹുവേ എന്ന് സാധാരണ തേടുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ, ഗഫൂറായ റബ്ബേ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, ഇങ്ങനെ അള്ളാഹിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക, നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹാണ്. ഇദ്ദേഹം വിളിച്ച നാമമാകട്ടെ റബ്ബ് എന്ന നാമമാണ്. അതേറെ പ്രാധാന്യമുള്ള നാമമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ നമ്മൾ ഓതുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 നാമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന, ഈ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നൊരു നാമമാണ് റബ്ബ് എന്ന നാമം. ഖുർആനിലെ പ്രാർത്ഥനകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി, 99% പ്രാർത്ഥനയും റബ്ബ് എന്ന നാമം വെച്ചിട്ടാണ്. റബ്ബന, റബ്ബി എന്ന് തുടങ്ങുന്നതാണ് 99% ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും. ആ നാമമാണ് ഇദ്ദേഹം ആ നാമം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ. ഈ നിലക്കൊക്കെ അദ്ദേഹത്തിൻ്റെ തേട്ടം യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടേണ്ട തേട്ടമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവൻ തിന്നതും കുടിച്ചതും ധരിച്ചതും ഒക്കെ ഹറാമാണ്. അവൻ്റെ ജീവിതം തന്നെ ഹറാമിനാൽ കെട്ടിപ്പടുത്തൊരു ജീവിതമാണ്. ഈ മര്യാദയൊക്കെ അവൻ പാലിച്ചിട്ടുണ്ടെങ്കിലും ഫഅന്ന യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് ആ തേട്ടത്തിന് പടച്ചോൻ പരിഗണന കൊടുക്കുക, എങ്ങനെ ഉത്തരം കൊടുക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, തേടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? പൂർണ്ണമായും ഹറാമായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയൊരു വീട്ടിൻ്റെ അകത്തിരുന്ന് നമ്മൾ എത്ര വട്ടം പടച്ചോനെ വിളിച്ചാലും എങ്ങനെ പടച്ചോനെ ആ തേട്ടം പരിഗണിക്കുക? ഹറാമ് തിന്നും ഹറാമ് കുടിച്ചും ഹറാമ് ഉപയോഗിച്ചും ജീവിച്ചിട്ട് എങ്ങനെ സഹോദരങ്ങളെ നമ്മളുടെ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക? അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തിൽ ഒരു തരി ഹറാമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കച്ചവടക്കാരുണ്ടാകും, ചില ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനുള്ള 1 ഉറുപ്പ്യയും 2 ഉറുപ്പ്യയും ഒന്നേ നമ്മളാണ് മറക്കലാണ്. ചിലപ്പോൾ തരാന്ന് പറയോ, അല്ലെങ്കിൽ ചില്ലറല്ല എന്നും കൂടി പറയണ സ്വഭാവമൊക്കെ പോയിക്കണം. ഇപ്പോൾ അങ്ങനെ പെട്ടിയാൻ അടക്കും. അയാൾക്ക് കൊടുക്കാനുള്ള 1 ഉറുപ്പ്യയും 2 ഉറുപ്പ്യൊക്കെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ കണക്ക് തീർക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്
ഭൃത്യനൊരു ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്തിന് കിട്ടിയ ഭക്ഷണം നിങ്ങൾക്കറിയോ? ഇത് എവിടുന്ന് കിട്ടിയ ഭക്ഷണം എന്നറിയോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് ഈ ഇസ്ലാമൊക്കെ സ്വീകരിച്ച് ഈ തൗഹീദിൻ്റെ ആളായൊക്കെ ജീവിക്കണതിൻ്റെ മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണിക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ജ്യോത്സ്യപ്പണി ചെയ്തതിൻ്റെ ഒരു കൂലിയായിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ കിട്ടിയ ഭക്ഷണമാണ്. വായിലേക്ക് വിരലിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ഛർദ്ദിച്ച് കളഞ്ഞു. വയറ്റിൻ്റെ അകത്തുള്ളത് മൊത്തം പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കണ രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു എന്ന് ചരിത്രത്തെ നമുക്ക് കാണാം. ഒരു ഹറാമിൻ്റെ തരി നമ്മളുടെ വയറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്ന ഉറപ്പുണ്ടാകുമ്പോഴാണ് തേട്ടങ്ങളൊക്കെ പടച്ചോൻ പരിഗണിക്കുന്ന തേട്ടാവുക. നമ്മൾ എടുത്ത് നടക്കുന്ന, നമ്മൾ ഉട്ടെടുത്ത, നമ്മൾ ധരിച്ച ഈ വസ്ത്രത്തിൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രത്തിൽ, നമ്മളുടെ വീട്ടിൽ നമ്മളും മക്കളും പ്രിയതമയും മാതാപിതാക്കളും ഒന്നിച്ച് നമ്മൾ ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന വീട്ടിൻ്റെ അകത്ത് ഒരു തരി ഹറാമില്ല എന്ന് നമുക്ക് ഉറപ്പ് വേണം. പലിശയുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മളുടെ സാമ്പത്തിക രംഗത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഹറാമും ഒരാളുടെ മുതലും നമ്മൾ നമ്മളുടേതാക്കി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വേണം. അപ്പോഴാണ് നമ്മളുടെ തേട്ടം അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കുന്ന ഉത്തരം കിട്ടുന്ന തേട്ടമായി മാറുന്നത്. മൂന്നാമത്തൊന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹിനോട് തേടുമ്പോൾ ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ പ്രതീക്ഷയോടുകൂടി തേടണം. ഒരിക്കലും നമ്മൾ പടച്ചോനെ തരുകയാണെങ്കിൽ കൊണ്ടാ എന്നല്ല, ഞാൻ ചോദിച്ചെൻ്റെ റബ്ബ് തരും. ഉത്തരം കിട്ടുമെന്നൊന്നും അറിയില്ല, പ്രാർത്ഥനയൊക്കെ പരിഗണിക്കപ്പെടുമെന്നൊന്നും അറിയില്ല, എന്നാലും ചോദിച്ചു നോക്കുക. അല്ല, മുഖിനൂന ബിൽ ഇജാബ, കിട്ടുമെനിക്കുത്തരം എന്ന ഉറപ്പോടുകൂടി തേടണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ടുള്ളൊരു മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പടച്ചോൻ ഉത്തരം തരൂല. ഇതിന് നമ്മളെന്തോ അങ്ങനെ തേടുന്നുണ്ട്, മനസ്സാന്നിധ്യത്തോടു കൂടി മനസ്സറിഞ്ഞ് ശ്രദ്ധാപൂർവമല്ല നമ്മൾ പറയണമെങ്കിൽ ആ തേട്ടം പടച്ചോൻ പരിഗണിക്കൂല. അപ്പോൾ നമ്മൾ ദുആഇൻ്റെ മാത്രമല്ല, നമ്മൾ ദിക്റുകൾ ചൊല്ലും. സാധാരണ നമ്മൾ ദിക്റിലുള്ള സ്വഭാവങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എങ്ങനെ നമ്മൾ പലപ്പോഴും ദിക്ർ എല്ലാറുള്ളത്, സുബ്ഹാനല്ലാഹ് ഒരു സൂ എന്നുള്ളൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ്. ശരിക്കും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്നതിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്ത് തൻ്റെ കർമ്മരേഖ കയ്യിൽ കിട്ടും, അതിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണാൻ ആർക്കാണോ കഴിയുന്നത് അവർക്ക് എൻ്റെ മംഗളാശംസകൾ. അപ്പോൾ പരലോകത്ത് കർമ്മരേഖയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞതായി ഉണ്ടാകേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. അത്ര മഹത്വമുള്ളൊരു ദിക്റ. നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്, നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് എങ്ങനെ ആക്കണം? എന്താ നമ്മൾ പറഞ്ഞത്? ഇതേപോലെ തന്നെ പലപ്പോഴും പല തേട്ടങ്ങളും പ്രാർത്ഥനകളും എന്തോ ഒരു നാവുകൊണ്ടൊരു ശബ്ദമുണ്ടാക്കുന്നു എന്നതിൻ്റെ അപ്പുറം മനസ്സിൻ്റെ സാന്നിധ്യം നമ്മളുടെ തേട്ടങ്ങളിൽ എത്രയുണ്ട്, എത്ര കണ്ട് ശ്രദ്ധയുണ്ട് നമ്മൾ പറയുന്ന പ്രാർത്ഥനയിൽ. നമുക്ക് ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു തേട്ടവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.